പി.എൻ. പണിക്കർ അനുസ്മരണവും വായനാ മത്സരവും നടത്തി. വായനയില്ലാത്ത ജീവിതം കാഴ്ചയില്ലാത്ത കണ്ണുപോലെ എന്ന സന്ദേശമുയർത്തി വായനാ ദിനത്തോടനുബന്ധിച്ച് പുനലാൽ കെയർ ഹഗ് ചാരിറ്റി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആര്യനാട് ലൂഥർഗിരി സ്കൂളിൽ പി.എൻ. പണിക്കർ അനുസ്മരണ യോഗവും വായനാ മത്സരവും സംഘടിപ്പിച്ചു. മഹേഷം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രഥമ അധ്യാപിക ഷീബ സ്വാഗതം ആശംസിച്ചു. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് ചൂഴ വാർഡ് മെമ്പർ ലേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായ മുൻ അധ്യാപകൻ സുരേഷ് എം കുട്ടികൾക്ക് വായനാ ദിന സന്ദേശം നൽകി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന പി.എൻ. പണിക്കരുടെ ആശയം അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്കൂളിൽ പുതിയ ലൈബ്രറി ആരംഭിച്ചു. ലൂഥർഗിരി സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ പി. അജിത് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനാ മത്സരത്തിൽ UP വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കെയർ ഹഗ് പ്രസിഡന്റ് പി. ബാബു ആദരിച്ചു. അദ്ദേഹം വായനാ ദിന ആശംസകൾ നേരുകയും തൻ്റെ സ്കൂൾ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. കെയർ ഹഗ് സെക്രട്ടറി ജെറിൻ ഗിൽബർട്ട്, രക്ഷാധികാരി ലൈലാദാസ്, ജോയിന്റ് സെക്രട്ടറി സൗമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സാനി ടീച്ചർ കൃതജ്ഞത രേഖപ്പെടുത്തി. ഒരു ദിവസമെങ്കിലും കുഞ്ഞുങ്ങളെ വിട്ട് വായനാ ദിനം വീട്ടിൽ പോയി അവരെ മൊബൈൽ കാണുന്നതിന് പകരം വായനാ ദിനം അവരെ വായിക്കണം. വായിച്ചുകൊണ്ട് കിട്ടുന്നൂടെ വരുമ്പോൾ അധ്യാപകർ അത് വിലയിരുത്തി പോയാൽ അടുത്ത വർഷം ഒരു പരിപാടിയിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലൊരു നല്ലൊരു മത്സരമാണ്. അതിന് നിങ്ങൾ അധ്യാപകരെ അതിനെ മുന്നിട്ട് നിൽക്കണം. പ്രിൻസിപ്പാളും നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനവർക്ക് അതെനിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളർച്ചയുണ്ടാകും, വായിക്കാത്ത കുഞ്ഞുങ്ങൾ വളഞ്ഞു പോകും. കാരണം അറിവ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒരു ഘടകമാണ്.